നിപ്പ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്ത് എത്തും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെഡിക്കൽ ലാബ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തിക്കും. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേരും. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് 330 പേരാണ്. ഇതിൽ 101 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണ്. പാണ്ടിക്കാടും ആനക്കയത്തും നിയന്ത്രണങ്ങൾ തുടരുന്നു. വിവരങ്ങളുമായി അരുൺ അമൃത്നാഥ് ചേരുന്നുണ്ട്. അരുൺ, നിപ്പ ഭീഷണി ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈ റിസ്ക് പട്ടികയിൽ ഒരുപാട് പേര് 101 പേരടക്കമുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്രസേന ഇന്ന് എത്തുന്നുണ്ടല്ലോ. എപ്പോഴത്തേക്കായിരിക്കും കേന്ദ്രസേന എത്തുക? തുടർന്ന് എന്താണ് ഈ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പദ്ധതികൾ സംസ്ഥാനം പ്ലാൻ ഇടുന്നത്? ഗുഡ് മോർണിംഗ് മോത്തി. ആശങ്ക മാറണം, എല്ലാം പോസിറ്റീവ് ആകണം. അതിന് ആദ്യം നെഗറ്റീവ് ആകണം ഈ നിപ്പ ഫലങ്ങൾ എന്നുള്ളതാണ്. ഇന്നലെ ഈ 14-കാരൻ്റെ മരണം ഏറെ ഖേദകരമായ ഒരു വാർത്തയാണ്. വീണ്ടും ഒരു നിപ്പ മരണം കൂടി സംസ്ഥാനത്തുണ്ടായി. എന്നിരുന്നാലും അതിനിടയിൽ കൂടി ആശ്വാസകരമായി ഇന്നലെ അത്തരത്തിൽ എല്ലാവരുടെയും ഫലം പരിശോധിച്ചവരുടെ എല്ലാവരുടെയും ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. 7 സാമ്പിളുകളായിരുന്നു ഇന്നലെ പരിശോധിച്ചത്. പുതിയ രോഗബാധിതരൊന്നുമില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. അത്തരത്തിൽ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. കൃത്യമായി ഇത്തരത്തിൽ ആളുകളെ തിരിച്ചറിഞ്ഞ് നിരീക്ഷണത്തിൽ ഇപ്പോൾ 330 പേരുണ്ട്. അതിൽ 101 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത്. ഹൈറിസ്ക് പട്ടികയിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ എന്തായാലും പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളത് തന്നെയാണ്. ഒപ്പം സ്ഥിതിഗതി ആരോഗ്യവകുപ്പ് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ICMR സംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവർ മലപ്പുറത്തേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നുള്ളത് കൂടിയാണ്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം തുടരുന്നുണ്ട്. ഈ 2 പഞ്ചായത്തുകൾ വാർഡുകൾ കേന്ദ്രീകരിച്ച് നിയന്ത്രണം തുടരും. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പോലും പൊതുഗതാഗതം ഉപയോഗിക്കാതെ സ്വന്തം വാഹനങ്ങളിൽ പോകുക തുടങ്ങിയ നിർദ്ദേശമുണ്ട്. മാസ്ക് ധരിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് പോകുക എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. +1 അലോട്ട്മെൻറ്റ് നടക്കുന്ന ദിനമാണിന്ന്. ഈ മേഖലയിൽ നിന്ന് പോകുന്നവർ അത്തരത്തിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് പോകണമെന്ന നിർദ്ദേശം ഉണ്ട്. അപ്പോൾ നിർദ്ദേശം പാലിച്ച് ഒത്തൊരുമയോടെ നമുക്കിതിനെ പ്രതിരോധിക്കാം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ആശങ്കയെ നമ്മൾ മറികടക്കും, അതിജീവിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി 14-കാരൻ ഈ വീടിന് സമീപത്തുള്ള മരത്തിൽ നിന്ന് ഒരു അമ്പഴങ്ങ കഴിച്ചിരുന്നു. ഇതാണോ രോഗത്തിന് കാരണമെന്ന് ആരോഗ്യ പ്രവർത്തകർ, ഉറവിടം എന്ന ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, നമ്മളും ജാഗ്രത പാലിച്ച് അതിനോടൊപ്പം നാടൊന്നായി നമ്മൾ ഈ പ്രതിസന്ധിയെയും ആശങ്കയെയും മറികടക്കുമെന്നുള്ളതാണ്. നിലവിൽ ആശങ്ക ഒഴിയുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ നമുക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ തന്നെ പോസിറ്റീവായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, നിപ്പ ഫലങ്ങൾ നെഗറ്റീവ് ആവട്ടെ. മോത്തി, തീർച്ചയായിട്ടും നെഗറ്റീവ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് പോസിറ്റീവായി ഇരിക്കാൻ പറ്റുക എന്ന് അരുൺ അമൃത്നാഥ് പറഞ്ഞ ആ ഒരു വാക്ക് വളരെ ശരിയാണ്. അരുൺ, ഈ ജില്ലയിൽ മറ്റെന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്? മോത്തി, ജില്ലയിൽ ആകെ ഒരു പൊതുനിർദ്ദേശമുണ്ട്. അതായത് മാസ്ക് ധരിക്കണം, ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം എന്നുള്ളതാണ്. പ്രധാനമായും ഈ പാണ്ടിക്കാട് രോഗം സ്ഥിരീകരിച്ച സ്ഥലമായ പാണ്ടിക്കാടും തൊട്ടടുത്തുള്ള ആനക്കയം പഞ്ചായത്തുകളിലാണ് ഇന്നലെ മുതൽ തന്നെ നിയന്ത്രണമുള്ളത്. ഇവിടെ നിയന്ത്രണങ്ങൾ തുടരുന്നുള്ളതാണ്. ഇവിടെ സ്കൂള്, ഈ പ്രദേശത്തെ സ്കൂള്, തിയേറ്റർ, ജിംനേഷ്യം പോലുള്ള സാധനങ്ങളൊന്നും പ്രവർത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കൃത്യമായ സാമൂഹിക ഈ മേഖലകളിൽ വിലക്കുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ 10 മുതൽ 5 മണി വരെ പ്രവർത്തിക്കാവൂ. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്തായാലും ഒരു ഭാഗത്തുണ്ട്. ശരി അരുൺ.